ഡിജിറ്റൽ കേരളം എന്ന സ്വപ്നം തൊഴിൽ വകുപ്പിലും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. 16 ക്ഷേമനിധി ബോർഡുകളെ ഒരൊറ്റ ഓൺലൈൻ കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയാണ്. അപകടങ്ങൾ മുൻകൂട്ടി അറിയിക്കാവുന്ന റിമോട്ട് സെൻസിംഗ്, എമർജൻസി റെസ്പോൺസ് സിസ്റ്റം, തൊഴിലാളികൾക്കായി സഞ്ജീവനി ഓൺലൈൻ കൺസൾട്ടേഷൻ എന്നിവ വഴി വ്യവസായ മേഖലയെ നമ്മൾ ഹൈടെക് ആക്കി മാറ്റുകയുണ്ടായി. ഭാവിയിലെ തൊഴിലാളികൾക്കായി നമ്മുടെ യുവാക്കളെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. കിഫി വഴി 10 ഐറ്റികളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഡിജിറ്റൽ കൺസ്ട്രക്ഷൻ പോലുള്ള പുതിയ കോഴ്സുകളിൽ നമ്മുടെ കുട്ടികൾ ലോകത്തിന് മാതൃകയാകുകയാണ്. ശരണ്യ, നവജീവൻ, കൈവല്യ പദ്ധതികളിലൂടെ 10,000-കണക്കിന് ആളുകളെ നമ്മൾ സംരംഭകരാക്കി മാറ്റി. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ സ്മാർട്ട് കാർഡ് നൽകുന്ന മോഡൽ സെൻ്ററുകളായി മാറി. ഓൺലൈൻ ടാക്സി മേഖലയിൽ സർക്കാർ ഇടപെടൽ നടത്തി. 2031 ലോകത്തെവിടെയും തൊഴിലെടുക്കുവാൻ പ്രാപ്തമുള്ള നൈപുണ്യമുള്ള യുവാക്കളെ കേരളം വാർത്തെടുക്കും. തൊഴിലിടങ്ങളിലെ അപകടങ്ങൾ 0 എത്തിക്കുക എന്ന വിഷൻ 0 ലക്ഷ്യം നാം കൈവരിക്കും. തൊഴിൽ അന്വേഷകരെയും തൊഴിൽ ദാതാക്കളെയും തത്സമയം ബന്ധിപ്പിക്കുന്ന ലോകോത്തര ഡിജിറ്റൽ സംവിധാനം നാം പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് മാന്യമായ വേതനവും ഇൻകം സപ്പോർട്ട് സ്കീമും വഴി സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊഴിലാളികൾ തളരുവാൻ പാടില്ല. അവർ കരുത്തരായി മാറേണ്ടതായിട്ടുണ്ട്. ഗ്രാമീണ വേതനത്തിൽ ഇന്ന് കേരളം രാജ്യത്ത് തന്നെ ഒന്നാമതാണ്. 85 മേഖലകളിൽ മിനിമം വേതനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്നുള്ള കാര്യം അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നതിന് വേണ്ടി കഴിയും. അന്താരാഷ്ട്ര ലേബർ കോൺക്ലേവിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് 2031 കേരളം ലോകത്തിന് മാതൃകയാകുന്ന ഒരു തൊഴിലാളി സൗഹൃദ വികസിത സംസ്ഥാനമായി മാറും. ആ ഒരു കാഴ്ചപ്പാടുകൂടി നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കഴിയും. ഇന്ന് 2031 കാര്യം നാം ചർച്ച ചെയ്യുന്ന അവസരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു സമീപനം ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു രേഖകളിലും തൊഴിലാളിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന സമീപനം ഇല്ല. തൊഴിലാളിയുടെ അവകാശങ്ങളെല്ലാം റദ്ദ് ചെയ്യുക എന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പോലും ഏതെങ്കിലും ഒരു തൊഴിലാളി വിഭാഗത്തിന് വേണ്ടി കാര്യമായ എന്തെങ്കിലും ആനുകൂല്യം ഉൾപ്പെടുത്തിയതായി കാണുന്നതിന് വേണ്ടി കഴിയില്ല. ഇപ്പോൾ തൊഴിലാളികൾ ദേശവ്യാപകമായി സമരം ചെയ്തു. വിലപേശുവാനും സമരം ചെയ്യുവാനും അവകാശങ്ങൾ ന്യായമായി ലഭിച്ചില്ലെങ്കിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള അവകാശം തൊഴിലാളിക്കുള്ളതാണ്. ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ആ അവകാശങ്ങളെല്ലാം പിൻവലിക്കുകയും റദ്ദ് ചെയ്യുകയും ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കേരളം ഇക്കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പ്ലാനിംഗ് ബോർഡ് ഇക്കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഏറ്റവും ഗുണകരമായിരിക്കുമെന്ന് മാത്രമല്ല, അത് ദേശവ്യാപകമായി തന്നെ ഇതിൻ്റെ ചർച്ചകൾ ഉണ്ടാകുമെന്ന കാര്യം ഞാൻ കരുതുകയാണ്. ഒരു കാര്യം ഞാൻ നാഷണൽ കോൺക്ലേവിൽ സൂചിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി. നാഷണൽ കോൺക്ലേവിൽ സൂചിപ്പിച്ചത് കേരളം ഒരു കാരണവശാലും എന്ത് നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചാലും തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള കാര്യം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ലേബർ കോഡ് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള നിർദ്ദേശങ്ങൾ ചോദിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. IAS ഓഫീസർമാരെ ഭീഷണിപ്പെടുത്തുകയാണ്. ലേബറിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരെല്ലാം ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ലേബർ കോൺക്ലേവ് സംഘടിപ്പിച്ചപ്പോൾ
അവിടെ ഒരു സബ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയിരുന്നു. ആ സബ് കമ്മിറ്റി ഏതെല്ലാം കാര്യങ്ങളിൽ ഭേദഗതി വേണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് തന്നിരുന്നു. ആ റിപ്പോർട്ട് പൊതുവിൽ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് എല്ലാം അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിലെല്ലാം വെച്ചുകൊണ്ട് ലേബർ കോഡിൽ എതിർക്കുന്ന പോയിന്റുകളും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുത്തി തൊഴിലാളിക്ക് അനുകൂലമായി മാറ്റേണ്ടതെന്ന് സംബന്ധിച്ചിടത്തോളം നിർദ്ദേശം സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലേബർ കോഡിലെ നടപ്പിലാക്കാൻ കഴിയില്ലെന്നും ഇന്ന മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിർദ്ദേശം കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ പ്രസക്തിയുള്ള വിഷയമാണ്. വളരെ പ്രമുഖരുടെ പ്രഭാഷണവും നിർദ്ദേശവും ഇതിൽ പങ്കെടുത്തിരിക്കുന്നവരുടെ നിർദ്ദേശമൊക്കെ എല്ലാം വെച്ചുകൊണ്ട് 2031 തൊഴിൽ നയം എന്തായിരിക്കണം, തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നയം എന്തായിരിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് തയ്യാറാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് മുൻകൈയെടുത്ത പ്ലാനിംഗ് ബോർഡിനെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.